കേരളത്തിൽ ലാഭകരമായി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമായ KCB ലിമിറ്റഡിൽ ശമ്പള പരിഷ്കരണ കരാറിന്റെ കാലാവധി അവസാനിച്ച് 3 വർഷം കഴിഞ്ഞിട്ടും പുതിയ കരാർ ഉണ്ടാക്കാനോ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കാനോ മാനേജ്മെന്റ് തയ്യാറാകാത്തത് തൊഴിലാളി വിരുദ്ധ നടപടിയാണെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും അടിയന്തരമായി ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കണമെന്നും കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി AM ഷിറാസ് ആവശ്യപ്പെട്ടു. വർക്കേഴ്സ് ഫെഡറേഷൻ സുവർണ ജൂബിലി വർഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും ജില്ലാ ജനറൽ ബോഡിയും തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവ ഉദാരവൽക്കരണത്തിന്റെയും കോർപ്പറേറ്റ് പ്രീണന നയത്തിന്റെയും തുടർച്ചയായി വൈദ്യുതി മേഖലയെയും സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ താൽപര്യമാണ് വൈദ്യുതി ഭേദഗതി നിയമം 2025 കരടിലൂടെ വ്യക്തമാക്കുന്നത്. വൈദ്യുതി വിതരണ മേഖലയെ കൂടി സമ്പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കാനുള്ള നിർദ്ദേശമാണ് കരട് നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. KCB പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും സർക്കാർ കമ്പനികളും നിരവധി വർഷത്തെ അധ്വാനത്തിന്റെ ഭാഗമായി രൂപപ്പെടുത്തിയെടുത്ത വൈദ്യുതി വിതരണ ശൃംഖല യാതൊരു മുതൽ മുടക്കില്ലാതെ യഥേഷ്ടം ഉപയോഗിക്കാനും അതുവഴി കോടാനുകോടി രൂപയുടെ ലാഭം കുത്തക മുതലാളിമാർക്ക് ഉണ്ടാക്കുവാനും കഴിയുന്ന വിധമാണ് വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വൈദ്യുതി ചാർജിന്റെ അമിത വർധനവിനും ഈ നിയമ ഭേദഗതി കാരണമാകും. എന്തു വില കൊടുത്തും ഇത് എതിർത്ത് തോൽപ്പിക്കപ്പെടേണ്ടതാണ്. ഈ സമരത്തിൽ വർക്കേഴ്സ് ഫെഡറേഷൻ എന്നും മുൻപന്തിയിലുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ വൈദ്യുതി മേഖലയുടെ സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ച് KCB എന്ന സ്ഥാപനത്തെ മുന്നിൽ നിന്നും നയിക്കുന്നതിന് സാധിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ എന്നും അതിന് കഴിഞ്ഞ കാലങ്ങളിൽ നേതൃത്വം നൽകിയ മുഴുവൻ നേതാക്കളെയും സംഘടനയുടെ സുവർണ ജൂബിലി വർഷത്തിൽ സ്നേഹപൂർവ്വം സ്മരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് മുൻകാല നേതാക്കളെ AITUC ജില്ലാ സെക്രട്ടറിയും തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ TK സുധീഷ് ആദരിച്ചു. തൊഴിൽ രംഗത്ത് തൊഴിലാളി വിരുദ്ധമായ ഏറെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നും അല്ലാത്തപക്ഷം തൊഴിൽ മേഖലകളിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ആധുനിക കാലഘട്ടത്തിലെ ട്രേഡ് യൂണിയൻ പ്രവർത്തനം ഏറെ വൈതരണികൾ നിറഞ്ഞതാണെങ്കിലും മുൻകാലങ്ങളിൽ ഇതിനേക്കാൾ കഠിനമായ തൊഴിൽ സാഹചര്യത്തിൽ സംഘടനയെ നയിച്ചവരെ പുതുതലമുറ ആദരിക്കാനും അവരിൽ നിന്നും അനുഭവങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാനുള്ള തീരുമാനമെടുത്ത കമ്മിറ്റിയെ അദ്ദേഹം അഭിനന്ദിച്ചു. ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP ശൈലീഷ് മുഖ്യ വിശദീകരണം നടത്തി. സംസ്ഥാന ഭാരവാഹികളായ MC ആനന്ദൻ, V സുനിൽകുമാർ, ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് സാലി എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് CD ജോമി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി CS രമേഷ് കുമാർ സ്വാഗതവും മഹേഷ് കുമാർ KS നന്ദിയും പറഞ്ഞു. PG ഗോകുൽ, CM സുമേഷ്, K മഹേഷ് കുമാർ, E കൃഷ്ണകുമാർ, AR രാധാകൃഷ്ണൻ, AR രഞ്ജിത് കുമാർ, സനീഷ്, PV സഞ്ജയൻ, MB സുരേഷ്, അബു എന്നിവർ നേതൃത്വം നൽകി.